എല്ലാവർക്കും ഡേ 6 വാരാഹി മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രെയറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എല്ലാ വീഡിയോസിനകത്തും എല്ലാവരും നല്ല ഒരു റെസ്പോൺസ് തന്നിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ നിങ്ങളുടെ ആവശ്യക്കാരുടെ പേരും ആവശ്യവും അതുപോലെ നാളും അയച്ചു തന്നു കഴിഞ്ഞാൽ അതുപോലെ അതായത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ വാരാഹി ദേവി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ഭഗവതിയാണ്. ദേവിയുടെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നമ്മളിപ്പോൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മളിന്ന് കണ്ണ് തുറക്കും മുന്നേ നമ്മുടെ മുന്നിൽ ആ കാര്യം സാധിച്ചു കിട്ടും. ആ ഒരു ശക്തിയാണ് ശരിക്കും വാരാഹി ദേവി. അത്ഭുതമാണ്. അമ്മ നമ്മുടെ സ്വന്തം മക്കളെപ്പോലെയാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. കാര്യം നമ്മൾ മനമുരുകി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. രോഗശമനമായിക്കോട്ടെ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്കൊക്കെ വേഗം തന്നെ അമ്മയുടെ അനുഗ്രഹം ലഭിക്കാറുണ്ട്. എനിക്ക് അനുഭവം പല രീതിയിലുള്ള അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചു കിട്ടുന്നത് ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ദേവിയുടെ മന്ത്രം പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ ജപിക്കാറുണ്ട് ഞാൻ. ഇത് പലരും ചോദിക്കും അതെങ്ങനെ സാധിക്കുന്നു, അശുദ്ധമായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന്. അശുദ്ധമായിരിക്കുന്ന സമയത്ത് നമുക്ക് ധ്യാനിക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല, ധ്യാനിക്കാം. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം. നമ്മൾ എന്ത് കഴിഞ്ഞാലും നമ്മൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ശുദ്ധി വരുത്തിയിട്ടായിരിക്കും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിൽ ധ്യാനിക്കുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. പക്ഷേ പൂജകളൊന്നും നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യത്തില്ല. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വിശ്വാസമാണ് വേണ്ടത്. വിശ്വാസമില്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടോ ഒരു കാര്യവുമില്ല. നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ദേവിയുടെ മന്ത്രം ഉരുവിടേണ്ടത്. വളരെ അതായത് ഒരു മിസ്റ്റേക്കും കൂടാതെ നല്ല രീതിയിലായിരിക്കണം, വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ മന്ത്രം ജപിക്കേണ്ടത്. കൊച്ചു കുട്ടികൾക്ക് വരെ മന്ത്രം ജപിക്കാം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിലും അതുപോലെ തെറ്റ് കൂടാണ്ട് കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കാനായിട്ട് ശ്രമിക്കണം. വളരെ കട്ടിയുള്ള മന്ത്രങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. കാര്യം വളരെ കുഞ്ഞു കുഞ്ഞു മന്ത്രങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ ഉണ്ട്. അത് തന്നെ നമുക്ക് ജപിച്ചാൽ മതിയാവും. അപ്പം ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും അതിൻ്റേതായ രീതികളുണ്ട്. അപ്പോൾ ദേവിയുടെ മന്ത്രം ഉരുവിടുമ്പോൾ 21 തവണ ജപിക്കുക, അല്ലെങ്കിൽ 108 തവണ. നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ജപിക്കുക. രാത്രി കാലങ്ങളിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ദേവിക്ക് പ്രത്യേകിച്ച് പൂജകളോ നിഷ്ഠകളോ അങ്ങനെ ഒന്നും തന്നെയില്ല. പക്ഷേ രാത്രി ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫലിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹം കിട്ടും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ദേവി ആക്റ്റീവായിരിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്, 6 മണിക്ക് ശേഷം. അതുപോലെ തന്നെ മോർണിംഗിൽ ഇപ്പം ചിലർ വിചാരിക്കും രാത്രി സമയമില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അത് റീസണബിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് അവർക്ക് ചിലപ്പോൾ ആ ഒരു സമയം പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം അത് മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിലുള്ളൂ. ആ ഒരു സമയം നിങ്ങൾ ചൂസ് ചെയ്യുക. ആ സമയം നിങ്ങൾ വ്യക്തമായി വിശ്വാസത്തോടു കൂടി നല്ല മനസ്സോടു കൂടി, അതെടുത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെ ദോഷമായി ബാധിക്കുന്ന രീതിയിലോ ഒരാൾ നശിക്കുന്ന രീതിയിലോ നമ്മൾ പ്രാർത്ഥന ചൊല്ലരുത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. നമുക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും നന്നായിക്കോട്ടെ, എന്താണോ നമ്മുടെ ആവശ്യം അതും കൂടെ മുൻനിർത്തിയായിരിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണം പ്രാർത്ഥിക്കേണ്ടത്. മന്ത്രം ജപിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അത്ഭുതകരമായ മന്ത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുവാണെന്നുണ്ടെങ്കിൽ രോഗമുക്തി ഉണ്ടാവും, അതുപോലെ സാമ്പത്തിക വർധനവ് ഉണ്ടാവും, പല രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കഴിവുകളും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്തവരുണ്ട്. നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അവർക്ക് ചിലപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉഗ്രമന്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൂടാതെ പലരും ജോലിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ശത്രുക്കൾ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അവർ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചിലർക്കാണെങ്കിലോ വേതനം കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഏറ്റവും വലിയ വലിയ കാര്യങ്ങളാണ്. ജോലി തടസ്സം വരാൻ വരെ നമുക്ക്
സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യും. അപ്പോൾ ഈ മന്ത്രം ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങളത് പറയുമ്പോൾ 21 തവണയാണ് ജപിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേതാ മന്ത്രം എന്നുള്ളത് പറയാം, കൂടെ ജപിക്കുക. ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം മുസലധാരിണ്യേ നമഃ. 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 ഓം ഖഡ്ഗശൂലഗദാഹസ്തായേ നമഃ. ഓം
കോസലധാരിണ്യേ നമഃ.